നമസ്കാരം ഭദ്രേ നാരായണ. ഇന്ന് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്നിടത്ത് വെക്കുന്ന ദൈവത്തിന്റെ ഫോട്ടോസ് അത് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ അതിന്റെ ഒരുപാട് വർഷങ്ങൾ ഇരിക്കുമ്പോൾ കളറൊക്കെ മങ്ങി പോകാറുണ്ട്. അങ്ങനെ കളറൊക്കെ ഫെയ്ഡായി കഴിയുകയോ അല്ലെങ്കിൽ അതിന്റെ സൈഡൊക്കെ പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് മാറ്റുന്നത് എങ്ങനെയാണെന്നും എവിടെ കൊണ്ടുപോയി നമുക്കത് കളയാം എന്നുള്ളതിനെ കുറിച്ചും എല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ പൊട്ടിപ്പോയ വിഗ്രഹങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടെയും സംശയമാണ്, ഒരു ഫോട്ടോ പൊട്ടിപ്പോവുകയാണെങ്കിൽ അത് നമുക്ക് ദോഷമായി ഭവിക്കുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഫോട്ടോ നമുക്ക് മാറ്റി മറ്റൊരു പുതിയ ഫോട്ടോ വെക്കണമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എന്താണ്, പുതിയൊരു ഫോട്ടോ വാങ്ങിക്കൊണ്ടുവന്നാൽ അത് എന്തൊക്കെ ചെയ്തിട്ട് വേണം പൂജാ റൂമിൽ വെക്കാൻ എന്ന കാര്യങ്ങളൊക്കെ പലർക്കും സംശയങ്ങളുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ പൂജാ റൂമിലോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്നിടത്തോ ഫോട്ടോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാരണവശാല് തറയിൽ വീണ് പൊട്ടുകയാണെങ്കിൽ, അതിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൽ ദോഷമുണ്ടോ എന്നുള്ള കാര്യത്തിന് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. ഒരു സംശയം വേണ്ട, ഒരു ദോഷവും ഇല്ല. നമ്മൾ അതിന് ചില പരിഹാരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്താൽ മതി. ഫോട്ടോ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നന്നായിട്ട് ഇരിക്കുന്നുണ്ടോ, ഉറച്ചിട്ടാണോ, ആണിയിലാണ് വെക്കുന്നതെങ്കിൽ ആ ആണി നന്നായിട്ട് ഉറച്ച് തന്നെയാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഡ്രില്ല് ചെയ്ത് വെക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെപ്പോഴും സേഫായിട്ട് ഫോട്ടോ വെക്കുക. പണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പലകയുടെ മുകളിലാണ് ഫോട്ടോസൊക്കെ വെച്ചിരുന്നത്. പണ്ട് എൻ്റെ വീടുകളിലൊക്കെ എന്താ പറയുക, ഒരു പീഠത്തിന്റെ മുകളിലൊക്കെയാണ് ഫോട്ടോസ് ചാരി വെച്ചിരുന്നത്. അങ്ങനെ ആണിയിലൊന്നും തൂക്കാറില്ല. അപ്പൊ ഇപ്പം ഡബിൾ സൈഡ്, നല്ല അഡൻസീവ് ആയിട്ടുള്ള ഡബിൾ സൈഡ് ടാപ്പുകളൊക്കെ കിട്ടും, അതൊക്കെ വെച്ച് ഒട്ടിച്ച് വെക്കാം. ഇനി നമ്മളുടെ ഒരു ഫോട്ടോ നമ്മൾ ഭിത്തിയിൽ തൂക്കിയായിരുന്നു, അത് തറയിൽ വീണ് പൊട്ടുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആ ചില്ല് പീസൊക്കെ ഭദ്രമായിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റി ഒരു സേഫായ പ്ലേസിൽ കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം കളയാൻ സാധിക്കില്ല, ആരെങ്കിലും കളക്ട് ചെയ്യാൻ വരികയാണെങ്കിൽ അത് നന്നായിട്ട് ഒരു കവറിലോ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞ് അവർക്ക് ആപത്തൊന്നും വരാത്ത രീതിയിൽ നമ്മളത് ചെയ്യേണ്ടതാണ്. നമ്മൾ കാരണം അത് എടുക്കുമ്പോൾ, കൈകൊണ്ടൊക്കെ എടുത്ത് മാറ്റുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ദോഷം, ആ ഒരു ഇത് നമുക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, സേഫായിട്ട് കളയുക. ഇനി നമ്മൾ എവിടേക്കെങ്കിലൊക്കെ വലിച്ചെറിയുകയാണെങ്കിൽ മിണ്ടാപ്രാണികളൊക്കെ അവിടെ പോയിട്ട് അവർക്കറിയില്ലല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് കളയുമ്പോൾ സേഫായിട്ട് കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആ ഫോട്ടോന്റെ ചില്ലുകളൊക്കെ എടുത്ത് മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോട്ടോ നമുക്ക് വീണ്ടും ഫ്രെയിം ചെയ്യാനായിട്ട് കൊടുക്കാം. അതെല്ലാം കളഞ്ഞ് പുതുതായിട്ട് ഫ്രെയിം ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ഫോട്ടോ വാങ്ങി അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട്, പനിനീരൊക്കെ ഇട്ടിട്ട് ഒന്ന് തളിച്ചു കൊടുത്ത് ഒന്ന് തുടച്ചൊക്കെ എടുക്കാം. അതിനുശേഷം നമുക്ക് ചന്ദനത്തിരി കൊണ്ട് ഒന്ന് ദീപ ആരതി, ചന്ദനത്തിരി സാമ്പ്രാണിയും ഒക്കെ കാണിക്കാം. പിന്നെ കർപ്പൂര ആരതി ഒഴിയാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് അത് നമ്മുടെ പൂജാ റൂമിൽ സൂക്ഷിക്കാവുന്നതാണ്. പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ പുഷ്പങ്ങൾ വെച്ച് അർപ്പിക്കാം. എന്നിട്ട് ഭഗവാനോട്, ദേവിയാണോ ഭഗവാനാണോ, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഇങ്ങനൊരു കാര്യം ഉണ്ടായി, അതുകൊണ്ട് എൻ്റെ കുടുംബത്തിനോ എൻ്റെ കുടുംബത്തിലുള്ളവർക്കോ ആർക്കും എനിക്കോ ഒരു അനിഷ്ടങ്ങളോ ഒരു ആപത്തുകളോ ഒന്നും ഉണ്ടാവരുതേ. ഈ ഒരു കാര്യം കൊണ്ട് എൻ്റെ കുടുംബത്തിന് യാതൊരു ദോഷങ്ങളും വന്ന് ഭവിക്കരുതേ എന്ന് മനസ്സുരുകി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നിട്ട് ആ പൊട്ടിപ്പോയ ഫോട്ടോ നമ്മൾ കളയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഒഴുക്കുള്ള ഒരു നദിയിലോ അല്ലെങ്കിൽ കടലിലോ കൊണ്ട് ഒഴുക്കാവുന്നതാണ്. നല്ല ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് ഒഴുക്കണം കേട്ടോ. നല്ല നല്ല ഒഴുക്കുള്ള സ്ഥലത്ത്, അല്ലാതെ ഇങ്ങനെ ചെളി പിടിച്ച് ഇരിക്കുന്നിടത്തൊന്നും അതുകൊണ്ട് ഇടരുത്. നല്ല സേഫായി നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒഴുക്കുള്ള നദിയിലോ അല്ലെങ്കിൽ കടലിലോ ഒക്കെ നമുക്ക് ഇതുകൊണ്ട് ഒഴുക്കാവുന്നതാണ്. ഇനി ഒരു ഫോട്ടോ പൊട്ടിപ്പോയിട്ട് ഏത് ഫോട്ടോ ആണോ, ഇപ്പം കൃഷ്ണന്റെ ഫോട്ടോ ആണോ, ശിവന്റെ ഫോട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോ ആയിരിക്കാം, ആരുടെ ഫോട്ടോ ആണെങ്കിലും ആ ഒരു
അമ്പലത്തിൽ അവരുടെ സാന്നിധ്യമുള്ള ആ ഒരു അമ്പലത്തിൽ പോയിട്ട് തന്നെ കൊണ്ടാവും വിധം ഒരു വഴിപാട്, ഇപ്പം ദേവിയാണെങ്കിൽ അർച്ചന കൊടുക്കാം, ഭഗവാനാണെങ്കിൽ പായസോ എന്തായാലും കുഴപ്പമില്ല, ഇപ്പം വെണ്ണ കൊടുക്കാം, നിങ്ങളെ കൊണ്ട് കഴിയുന്ന അല്ലെങ്കിൽ വിളക്ക് വെക്കാം. അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്ത് വഴിപാട് ആണോ ചെയ്യാൻ പറ്റുന്നത് അവിടെ പോയിട്ട് ആ വഴിപാട് ചെയ്ത് ഇതുകൊണ്ടൊരു ദോഷവും ഉണ്ടാവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് നമ്മുടെ മനസ്സിന് നല്ലൊരു കുളിർമയും സമാധാനവും ആശ്വാസമൊക്കെ നൽകും. ഇനി നമ്മളുടെ വീട്ടില് പഴയ ഫോട്ടോകള് അത് ചീത്തയായി അതിന്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഫോട്ടോ വെക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം തന്നെ ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ പനിനീര്, കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഫോട്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം കർപ്പൂരവും ധൂപവും ഒക്കെ കൊടുത്ത് ആരതി ഒഴിയാവുന്നതാണ്. എന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി കളിമണ്ണിന്റെ പ്രതിമകളൊക്കെ ഉണ്ടാവാം, വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാം, അത് വീണ് ഉടഞ്ഞ് പൊട്ടുകയാണെങ്കിൽ അത് നമ്മൾ കടലിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കണം. നന്നായിട്ട് ഒഴുകുന്ന സ്ഥലത്ത് വേണം ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട്. അത് പുഴയിലോ ചെറിയ തോട് പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊന്നും കളയാൻ പാടില്ല. കടലിൽ തന്നെ കൊണ്ടുപോയി നല്ല ഒഴുക്കുള്ള അവിടെ ഒഴുക്കാവുന്നതാണ്. ഇനി ഓടിന്റെ ആണ് എന്നുണ്ടെങ്കിൽ, വിഗ്രഹങ്ങളാണെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്കിപ്പോൾ കൊടുത്താൽ, ഓടിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നമുക്ക് പുതിയത് വാങ്ങാൻ കഴിയും. അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.